Bosco Campus Vision. Today we are discussing the topic Labour Law and Industrial Relation of S5 BBA under Kerala University. And myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing a new topic, that is discipline, or we can say industrial discipline. That is, it is essential to promote and maintain employee discipline for higher productivity and industrial growth. And so a disciplined workforce can meet the challenge of competition and can change or achieve organizational objectives in a better way. So we can see what is a discipline or what are the nature of discipline. So in a simple word, discipline means orderliness or the absence of disorder and confusion in human behavior and action. That is, orderliness or the absence of disorder and the confusion in human behavior and action. So it occurs when employees behave in an orderly and a responsible manner. So the discipline, the word is familiar with us because in our school life or the college life we all hearing the word discipline. We must discipline always. So in simple word, discipline means orderliness or the absence of disorder or the confusion in human behavior and action, or we can say employees behave in an orderly and a responsible manner. ഇപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വേർഡ് നമ്മൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ്. അപ്പം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ അല്ലെ ഒരു ഓർഡർലി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ മാനറായിട്ടൊരു വ്യക്തി പെരുമാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്മളിവിടെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ, അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ അല്ല, ഇൻഡസ്ട്രിയിൽ എംപ്ലോയീസിൻ്റെ ഡിസിപ്ലിൻ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? ബിഹേവ് ഇൻ ആൻ ഓർഡർലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. ഒരു വ്യക്തി ഓർഡറായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ വേയിൽ പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ സേ ദ ആബ്സെൻസ് ഓഫ് ഡിസോർഡർ. ഡിസോർഡർ എന്ന് പറയുന്നൊരു വാക്ക് അതിനകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ല എന്ന് പറയാം. ആൻഡ് ദ കൺഫ്യൂഷൻ ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ ചോസ് ആൻഡ് കൺഫ്യൂഷൻസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എന്തെന്ന് പറയാം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം പാലിക്കേണ്ട ചില ചിട്ടകൾ, ഇതെല്ലാം ശരിയായിട്ട് പാലിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. Here the definition, that is, according to Richard, discipline may be considered as a force that promote individuals or group to observe rules, regulations, standards and procedures deemed necessary for an organization. According to Richard, he says that discipline may be considered as a force that promote individual or a group to observe what are the things, rules, regulations, standard or procedure which have been in the organization. അപ്പോൾ ഡിസിപ്ലിൻ്റെ ഡെഫിനിഷനാണ് അല്ലേ, അക്കോർഡിംഗ് ടു റിച്ചാർഡ് എന്ന് പറയുന്ന ഓത്തർ പറയുന്നത് എന്താണ്, ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോഴ്സ്, ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരു ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. എന്തെല്ലാമാണ് റൂൾസ്, ഇൻഡസ്ട്രിക്ക് അകത്താണെങ്കിൽ ഇൻഡസ്ട്രിയുടെ റൂൾസ് പാലിക്കുക, റെഗുലേഷൻ, സ്റ്റാൻഡേർഡ്, പ്രൊസീജിയർ. അപ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്ത് നിലനിൽക്കേണ്ട ചിട്ടകൾ അല്ലെങ്കിൽ അതിനെ പാലിക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. Or we can say discipline is the orderly conduct of affairs by the members of an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ഓർഡർലി കോണ്ടാക്ട് ഓഫ് അഫയേഴ്സ്. അപ്പോൾ അവർ വൺ ബൈ വൺ ആയിട്ട് ചെയ്തു വരുന്ന അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റൂൾസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്, ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. Or we can say the willing recognize that to do their wishes must be brought into a reasonable unison with requirement of the group in action. Or we can say it is an orderly or the absence of disorder, or it occurs when employee behave in an orderly and a responsible manner. അപ്പം ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നില്ലേ, ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഓർഡർലി കോണ്ടാക്ട് ഓഫ് അഫയേഴ്സ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Or it may be considered as that the force that promote individuals or a group to observe rules, regulations, standards and procedures deemed necessary for an organization. അപ്പോൾ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഇൻഡസ്ട്രിയിൽ എന്താണ്, റൂൾസ്, റെഗുലേഷൻ, സ്റ്റാൻഡേർഡ്, പ്രൊസീജിയേഴ്സ് ഇത് ഫോഴ്സ്ഫുള്ളി ഒബേ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ഡിസിപ്ലിൻ എന്ന് പറയാം.
we can see the objectives of discipline. That is, to gain willing acceptance of the rules, regulations, standards and procedure of the organization from employees. Second, to develop the feeling of cooperation among the workers. Third is to maintain good industry relation in the organization. Fourth is to promote morale and efficiency among the workers. And the fifth is to develop a sense of tolerance and respect for human dignity. So the first is to gain willing acceptance of the rules, regulations, standard and procedure of the organization from the employees. That is, we already discussed in the definition. That is, the individual or a group observe the rules and regulations in the organization. So they gain willing acceptance of rules and regulations of the organization. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയീസിൻ്റെ ഒരു ഉറപ്പ് ഇല്ല, അതായത് അവർ സ്വമേധയാ തയ്യാറാവുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷൻ റൂൾസും റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും എല്ലാം അനുസരിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഈസ് ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് കോഓപ്പറേഷൻ എമംഗ് ദി വർക്കേഴ്സ് അല്ലേ. പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്, ദേ ഫീൽ കംഫർട്ടബിൾ ബൈ ഫോളോയിങ് ദി റൂൾസ് ഓർ റെഗുലേഷൻസ്. ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് കോഓപ്പറേഷൻ എമംഗ് ദി വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ എന്താണ്, ഒരു സഹകരണത്തോടു കൂടി വേണം അവരെന്ത് ചെയ്യാൻ, ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ റൂൾസും റെഗുലേഷൻസും പാലിക്കാൻ. ആൻഡ് തേർഡ് ഈസ് ടു മെയിൻറ്റെയിൻ good industrial relation in the organization. So by achieving these objectives or by doing these rules and regulations properly, they can maintain good industrial relation in the organization. And the fourth is to promote morale and efficiency among the workers. Morale എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആത്മവീര്യം. So by accepting the rules and regulations or procedures of the organization by employee, they promote morale and efficiency among the workers. അപ്പോൾ എംപ്ലോയീസ് ഇതനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് തന്നെ ഒരു ആത്മവീര്യം അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. And the fifth is to develop a sense of tolerance and respect of human dignity. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഒരു സെൻസ് ഓഫ് ടോളറൻസ് ഇല്ലേ, എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ക്ഷമിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഹ്യൂമൻ ഡിഗ്നിറ്റി, അങ്ങോട്ട് ഇല്ലേ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവും, ഈ പറഞ്ഞ ഇത്രയും ഒബ്ജക്റ്റീവ്സ്, അതായത് ദ ഗെയിൻ ദ വില്ലിംഗ് അക്സെപ്റ്റൻസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, develop feel of cooperation, then maintain good industrial relation and promote morale and efficiency and develop a sense of tolerance and the respect of human dignity among the workers. So these are the objectives of discipline. So next we can see the different types of discipline. So discipline may be broadly of two types, that is positive discipline and negative discipline. So first we can see what is positive discipline or self-discipline. So positive discipline means a sense of duty to observe the rules and regulations. So it may be called as self-discipline. That is, it involves creation of an atmosphere in the organization whereby employees willingly conform to the established rules and regulations. Or a positive discipline can be achieved through rewards and effective leadership. So generally, discipline is thought of only in the negative sense, but positive discipline is more effective. So a positive discipline promotes cooperation and coordination with a minimum of formal organization. So it reduces the need for personal supervision required to maintain standards. So a positive discipline, it is a duty to observe the rules and regulations, or we can say it involves creation of an atmosphere in the organization where employees willingly conform the established rules and regulations. So this is a very important discipline. That is, a positive discipline is done in an organization. It reduced personal supervision required to maintain the standard. ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ അല്ലേ, നമുക്കൊക്കെ ശീലിക്കാവുന്നൊരു കാര്യമാണ് അല്ലേ, ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ കുഞ്ഞുനാളിലല്ലേ സ്കൂളിൽ ചേരുന്നത് മുതൽ ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ വരെ നമുക്ക് ചില ചിട്ടകളുണ്ട് അല്ലേ.
ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മൾ ക്ലാസ്സിൽ കയറണം, ബെല്ലടിച്ചാൽ ഇല്ലേ ക്ലാസ്സിൽ കയറണം. അല്ലെങ്കിൽ ഒരു അവർ കഴിഞ്ഞ് ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ് കഴിഞ്ഞാണെങ്കിൽ നമുക്കറിയാം ഇന്ന ബെല്ലടിച്ചാൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ലാബ് അവർ ആണെങ്കിൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാബിലേക്ക് ചെല്ലണം. അല്ലെങ്കിൽ ലൈബ്രറി അവർ ആണെങ്കിൽ ലൈബ്രറിയിലേക്ക് ചെല്ലണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസിപ്ലിൻസ് ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കുക നമ്മൾ ചെയ്യേണ്ട ചില ഡിസിപ്ലിൻസ്. പിന്നെ പഞ്ച്വലായിരിക്കണം, നമ്മുടെ യൂണിഫോം നമ്മൾ കറക്റ്റായിട്ട് ധരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസിപ്ലിൻസ്. അപ്പോൾ ഈ ഡിസിപ്ലിൻസ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ആവുന്നത് എങ്ങനെയാണ്? ആരും ഫോഴ്സ് ചെയ്യാതെ നമ്മൾ സ്വമേധയാ ഈ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ആൻ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പം ഒരു ഓർഗനൈസേഷൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇല്ലേ, കളിക്കാനാണെങ്കിലും പാടാനാണെങ്കിലും ഇല്ലേ, എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ നമുക്കവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ദ എംപ്ലോയീസ് ഓർ ദ സ്റ്റുഡൻസ് വില്ലിംഗ്ലി കൺഫോംസ് ടു എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പം നമ്മൾ സ്വമേധയാ എന്ത് ചെയ്യണം? നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാൻ ഇന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും രാവിലെ ആകുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ ഇറങ്ങി പോകാനോ തോന്നുന്ന സമയത്ത് തിരിച്ച് കയറാനുള്ള പെർമിഷൻ ഇല്ല അല്ലേ. നമ്മുടെ പേരൻസ് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇത്ര മണിക്കുള്ളിൽ നീ വീട്ടിൽ വന്നിരിക്കണം. നമുക്ക് ഇന്ന് തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ മരിക്കുന്നിടം വരെ നമുക്ക് എന്താണ് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസിലൂടെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് കടന്നു പോകേണ്ടത്. അപ്പം അങ്ങനെ കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്താണ് നല്ല നല്ല ഉയരത്തിലേക്ക് എത്തുന്നത്. അപ്പം ജീവിതത്തിൽ നമുക്ക് ചില നിയന്ത്രണങ്ങൾ എപ്പോഴും ഉണ്ട് അല്ലേ. നമ്മുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ മെസ്സേജിൽ സാർ എപ്പോഴും പറയും ഇല്ലേ, എന്താണ് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ആ നിയന്ത്രണങ്ങളിലൂടെ പോകുമ്പോഴാണ് ആ വ്യക്തി പെർഫെക്റ്റ് ആവുന്നത്. അപ്പം അതിനെ നമുക്ക് ഡിസിപ്ലിനിലേക്ക് കണക്ട് ചെയ്താൽ എന്താണ് ഡിസിപ്ലിൻ അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ചില റെസ്ട്രിക്ഷൻസ് ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വമേധയാ പാലിക്കണം. ഇന്ന കാര്യങ്ങൾ നീ പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നീ പാലിച്ചോ അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നതിന് പകരം നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ. So it promote cooperation and coordination with a minimum of formal organization. ഒരു ഓർഗനൈസേഷൻ്റെ കോണ്ടസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻഡ് വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അവിടെ നല്ലൊരു കോഓപ്പറേഷൻ, സഹകരണവും കോർഡിനേഷനും എളുപ്പത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഒരു സൂപ്പർവൈസർക്ക് എപ്പോഴും പുറകെ നടന്ന് അത് ചെയ്തില്ലേ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞോ ഇല്ലേന്ന് അറിയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു വർക്ക് തന്നു ഇല്ലേ, വർക്ക് തന്നൊരു ഷെഡ്യൂൾഡ് ടൈമിനുള്ളിൽ ആ വർക്ക് തീർക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നവരാണ്. സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് സക്സസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം നമുക്കതിനകത്ത് ഒരു ടീച്ചർ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ടീച്ചറൊന്ന് ഇടപെട്ടില്ലെങ്കിൽ പോലും ആ ടീം എന്ത് ചെയ്യണം? നല്ലപോലെ വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതുപോലെ ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ പേഴ്സണൽ സൂപ്പർവിഷൻ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു പേഴ്സണൽ സൂപ്പർവിഷൻ നമുക്ക് കുറയ്ക്കാം. ഒരു വ്യക്തി കൂടെ നിൽക്കേണ്ട ഒരു അവസരം ഒഴിവാക്കിക്കൊണ്ട് സ്വമേധയാ നമുക്ക് എന്താണ് കാര്യങ്ങൾ ചെയ്യാം. സോ എ പോസിറ്റീവ് ഡിസിപ്ലിൻ മീൻസ് ദാറ്റ് ഓർ എ സെൽഫ് ഡിസിപ്ലിൻ മീൻസ് ദാറ്റ് the organization whereby employee willingly conform to establish rules and regulations. So this positive discipline can be achieved ത്രൂ റിവാർഡ്സ് ആൻഡ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ്. അപ്പം നല്ലൊരു ഡിസിപ്ലിൻ നമുക്ക് റെഡി അല്ലേ. അങ്ങനെയെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് റിവാർഡ്സ് കൊടുക്കാം. അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്കാണെങ്കിൽ സ്കൂളിൽ ബെസ്റ്റ് സ്കൂൾ ലീഡർ അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവാർഡ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഓർഗനൈസേഷനകത്ത് ചില റിവാർഡുകൾ ഇല്ലേ, അതായത് നല്ല പെർഫോം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഡസ്ട്രി എന്ത് ചെയ്യാം? റിവാർഡ്സൊക്കെ കൊടുക്കാം. So the second is negative discipline, or we can say corrective discipline അല്ലെങ്കിൽ punitive discipline. So here under it the penalties or punishments are used to force workers to obey rules and regulations. So the objective is to ensure that employees do not violate the rules and regulations. Or a negative disciplinary action involves such techniques as fine or a demotion, layoff, transfer, etc.
സോ ഹിയർ ദ നെഗറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതിൻ്റെ പറയുന്ന പേരെന്താണ് പുനറ്റീവ് അല്ലെങ്കിൽ എക്സാമിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പുനറ്റീവ് ഡിസിപ്ലിൻ. ഒരിക്കലും നെഗറ്റീവ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ കറക്റ്റീവ് ഡിസിപ്ലിൻ നല്ല യൂണിവേഴ്സിറ്റി ചോദിക്കും വാട്ട് ഈസ് പുനറ്റീവ് ഡിസിപ്ലിൻ. സോ ഹിയർ വി ക്യാൻ സേസ് ദാറ്റ് the penalty or a punishment are used to force the workers to obey the rules and regulation. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞാൽ എന്താണ്, സ്വമേധയാ ഒരു വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഫോഴ്സ്ഫുള്ളി ചെയ്യുക. അതായത് നമ്മൾ ചില റൂൾസ്, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കോളേജിലെ സ്കൂളിലൊക്കെ നമുക്ക് സമയത്തിന് വരണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരും. പക്ഷേ ഇതിനെ വയലേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പം കോളേജസോ സ്കൂൾസോ എന്ത് ചെയ്യും, ചില ഫൈൻ ഇമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്തു ഇല്ലേ, പറയാതെ ഒരാഴ്ച ക്ലാസ്സിന് വരാതിരുന്നാൽ പിന്നെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പേരൻസിനെ കൊണ്ടുവരണം. അത് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും ഉള്ള നിയമം അങ്ങനെയാണ്. കാരണം എന്തോ നമുക്ക് അറിയണം അതിൻ്റെ റീസൺ എന്താണ്, അസുഖമായിരുന്നോ അതോ ഇവ മനഃപൂർവ്വം വരാതെ മാറി നിന്നെയാണോ. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ചില പെനാൽറ്റി അല്ലെങ്കിൽ ചില പണിഷ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിൽ ആ വ്യക്തി അവിടുത്തെ ഓർഡേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് പാലിക്കാതെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇൻഡസ്ട്രി ചില ഫൈൻസ്, ചിലപ്പോൾ പെനാൽറ്റീസ്, ചിലപ്പോൾ സാലറി ഇൻക്രിമെൻറ്റ്സ് അല്ലെങ്കിൽ സാലറി കൂടാതെ കിട്ടുന്ന അതർ ബെനിഫിറ്റ്സിനെ അവർ വിത്ത്ഹോൾഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം പ്രൊമോഷൻ കൊടുത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെ ഡിമോട്ട് ചെയ്യാറുണ്ട്, താഴേക്ക് വീണ്ടും തരം താഴ്ത്തും. അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ദൂരേക്കൊക്കെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫേഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല പണിഷ്മെൻറ്റ്സിലൂടെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്, മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയി ഡു നോട്ട് വയലേറ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഒരു എംപ്ലോയി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു വാണിംഗ്. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പേരൻസ് ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇല്ല, ആദ്യത്തെ മിസ്റ്റേക്ക് ചില പക്ഷേ അവർ പറഞ്ഞ് നമുക്ക് തിരുത്തും. രണ്ടാമത് ആ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നല്ല അടി കിട്ടും ഇല്ലേ. അടി കിട്ടുമ്പോൾ എന്താണ്, അതൊരു വാണിംഗ് ആണ്, അത് നീ ഇനി ആവർത്തിച്ചാൽ ഇതുപോലുള്ള അടി ഇനിയും കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ചെയ്യാതിരിക്കും. അപ്പം അതുപോലെയാണ് ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ പെനാൽറ്റി ഓർ എ പണിഷ്മെൻറ്റ് ദാറ്റ് ആർ യൂസ് ടു ഫോഴ്സ് വർക്കർ ടു ഒബേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. So it is the main objective is to ensure that employee do not violate the rules and regulations. So clear with the topic, that is today we discussed the topic discipline, and what are the object of discipline are the two types of discipline, that is positive discipline and negative discipline. So it is a 2 mark question, that is type of positive discipline or negative discipline. So prepare well, study well. Thank you.